ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എടോ, ഈ ഫോണിൽ കാണുന്നൊക്കെ സത്യമാണെന്ന് തന്നോടാരാ പറഞ്ഞേ? അതെ, ഈ അടുത്ത കാലത്തെ ഞങ്ങളുടെ SI അലക്സിനൊരു വലിയ പറ്റുപറ്റി. ഇതേപോലെ ഓൺലൈനിൽ ഒരു അടിപൊളി തോക്കിന്റെ പടം കണ്ടിട്ട് 5000 രൂപ ഇട്ടുകൊടുത്ത് വാങ്ങിച്ചു. ഒടുക്കം കിട്ടിയ എന്താണെന്നറിയോ? 10 രൂപയുടെ ലൈറ്റർ. അല്ല, ഇതിപ്പോ എത്ര രൂപ കൊടുത്തു? 3500. ഈശ്വരാ, എന്നെ 2 ദിവസത്തെ ശമ്പളം. എന്തിനാടി നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? എടി, നിന്നോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരബദ്ധം പറ്റിപ്പോയി. ദത്തോട് എന്നോട് ക്ഷമിക്കണം. അല്ല, ഈ സാധനം തിരിച്ചു കൊടുത്താലോ? എന്നിട്ട് വേണം ഇനി കൊച്ചുങ്ങളുടെ ഷർട്ട് വല്ലതും തിരിച്ചയക്കാൻ. നമുക്കൊരു കേസ് കൊടുക്കാം. എന്നിട്ടാണ് ആ കാശ് ഞാൻ വക്കീലിനോട്ട് കളെ. നിന്ന് പോയേ. നീ തൽക്കാലം ഇതെടുത്ത് അലമാരെ കൊണ്ട് സൂക്ഷിച്ചു വെക്കേ. നമ്മുടെ കൊച്ച ആൺകുട്ടിയാണെങ്കിൽ ഇത് പാകമാവുമ്പോ അന്നത്തേക്ക് ഇത് പൊടിഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ഇനി മേലാൽ ഇത്തരം വിവരക്കേട് കാണിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കണം. വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോകരുത്, മനസ്സിലായോ? എന്നാലും എന്റെ ആദ്യളിയാ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ദൈവമേ. എന്താളിയാ, നിനക്ക് പുതിയ സമ്മാനമൊക്കെ കിട്ടിയല്ലേ? സമ്മാനം? ഒരു ടീഷർട്ട്. ഇവിടെ ഓൺലൈനിൽ വാങ്ങി തന്നില്ലേ നിന്റെ ഭാര്യ? അതോ, അത് പിന്നെ അവള് ചുമ്മാതെ ഓൺലൈനിൽ. അവള് ചുമ്മാതായിരിക്കും, പക്ഷേ നിന്റെ പെങ്ങള് ചുമ്മാതല്ല. എന്താ അളിയാ? എടാ, ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ അവതാര ലക്ഷ്യം എന്തുവാ? എന്റെ അന്ത്യമാണോ? അളിയെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പിന്നെ എങ്ങനെ പറയണം? എടാ, നിന്നെ നിന്റെ ഭാര്യയും കൊണ്ട് ജീവിതം വഴിമുട്ടിയ ഒരു പാവം പോലീസുകാരനാടാ ഞാൻ. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? എന്താടാ ഇത്? പറ, എന്താ ഇത്? ഇത് കുട്ടിയെടുപ്പ്. ആണല്ലോ. പൂജ ഓൺലൈനിൽ തുണി വാങ്ങിയതിന് പകരം എന്റെ ഭാര്യ ബുക്ക് ചെയ്ത് വാങ്ങിച്ചതാ ഇത്. അത് നല്ല കാര്യമല്ലേ? ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനോട് അത്രയും കരുതലുള്ളതുകൊണ്ടല്ലേ ചേച്ചി ഇതൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയല്ല. പിന്നെ എടാ, ഉണ്ടായി പോത്തുപോലെ വളർന്നിരിക്കുന്ന എനിക്ക് വേണ്ടി അവള് വാങ്ങിച്ചതാ ഇത്. അയ്യോ, കേട്ട് നീ ഇങ്ങനെ നിലവിളിക്കണമെങ്കിൽ അനുഭവിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? നിന്നോട് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നീ നിന്റെ ഭാര്യയോട് ചെന്ന് പറയണം, ഇനി ഓൺലൈനിൽ സാധനം വാങ്ങരുതെന്നല്ല. അല്ല, പിന്നെ മനുഷ്യനൊന്ന് ജീവിക്കാൻ അനുവദിക്കണമെന്ന്. അളിയ കൊണ്ടേ പൊഴിക്കും തിന്നെ. അളിയ ചേച്ചി, നോക്കണേ ഓരോ ഗതികേടുകൾ. ആ ക്ലാരയുള്ളപ്പോ വല്ലതും അറിയണമായിരുന്നോ? ഓർഡർ കൊടുക്കുക, വരുന്നതെടുത്തും കഴിക്കുക. ഇനി അതുപോലെ കൈപ്പുണ്യമുള്ളവരുത്തിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞ നടപ്പുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പോയ അച്ഛൻ്റെ കാര്യം സ്വാഹ. മുതലാളി, ആർത്തി പിടിക്കലെന്ന് വേവട്ടെ. ലൂയിസ് മുതലാളി എന്ത് അകത്തുണ്ട്. നല്ല തന്നെയാ. അവൻ വന്നിട്ടുണ്ട്. ആര്? ഷാനുവാണെന്നും പറഞ്ഞ അന്ന് ഇവിടെ വന്ന് പ്രേതം കളിച്ചവൻ. അവിടുന്ന് ഇങ്ങോട്ട് വന്നത്? മുതലാളിയായി മുതലാളി. ഞാൻ
ആരോടാ നീ അകത്ത് കയറിയത്? വീട്ടിൽ കയറി വന്നിട്ട് പോക്കൃത്തരം കാണിക്കണോടാ. മാന്യമായി കസേര കയറിയിരിക്കുന്നത് പോക്കൃത്തനാണോടോ? എവിടെ നിന്റെ മുതലാളി? വിളിക്ക്. നിന്റെ മുതലാളി നീയോ? നിനക്കെന്താണോ ഇവിടെ കാര്യം? പറയാം. മുതലാളി ഇരിക്ക്. നീ ആദ്യം കാര്യം പറ. എനിക്ക് ആ ലാപ്ടോപ്പ് വേണം. ലാപ്ടോപ്പ്? ഏത് ലാപ്ടോപ്പ്? ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് നിങ്ങൾ മോഷ്ടിച്ചോണ്ട് പോയ എന്റെ ലാപ്ടോപ്പ്. ഏത് നീ? നിന്റെ ലാപ്ടോപ്പോ? എടാ ചെറുക്കാതെ ചത്തുപോയ ഷാനോയുടെ ലാപ്ടോപ്പ് അല്ലേ? ചത്തുപോയ ഷാനുവാണല്ലോ ഞാൻ. നീ ആരെങ്കിലും ആവട്ടെ, ഇവിടെ നിന്റെ ലാപ്ടോപ്പും കീപ്ടോപ്പും ഒന്നുമില്ല. എത്രയും വേഗം സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് നീ അറിയും. നിങ്ങൾ ആരാണെന്ന് നന്നായി അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വരുന്നത്. ഷാനു മരിച്ചെന്നും ഞാൻ ഷാനു അല്ലെന്നും നിങ്ങൾക്ക് എന്താ എത്ര ഉറപ്പ്? അത് പിന്നെ ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമല്ലേ മോനെ? അല്ല, ലോകം മുഴുവൻ അറിയാവുന്നത് മരിച്ചുപോയ ഷാനു മടങ്ങി വന്നു വന്ന. അത് അംഗീകരിക്കാത്തത് നിങ്ങൾ മാത്രം. എന്താ കാരണം? ഷാനുവിനെ കൊന്നത് നിങ്ങളായതു. മറ്റടുത്ത വർത്താനം പറയല്ലേ? ഞങ്ങളാരും കൊന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആര് പിടിച്ചു? എപ്പോ പിടിച്ചു? ഇതുവരെ പേടിച്ചില്ലെങ്കിലേ ഇനി നിങ്ങൾ പേടിക്കാൻ പോകുന്നതേ ഉള്ളൂ. മര്യാദയ്ക്ക് എന്റെ ലാപ്ടോപ്പ് എനിക്ക് തിരിച്ചു തരുന്നതാ നല്ലത്. മര്യാദയായാലും മര്യാദ കേടായാലും ഞങ്ങളുടെ കയ്യിലില്ലാത്ത സാധനം ഞങ്ങൾ എങ്ങനെയാണോ തിരിച്ചു തരുന്നത്? നിങ്ങളുടെ കയ്യിൽ അതുണ്ടെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെ ഞാൻ വരുന്നത്. നിങ്ങൾ അറിയാതെ അത് എങ്ങും പോവില്ല. എടാ, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ? ആ ലാപ്ടോപ്പ് അന്വേഷിച്ച് ഇവിടെ പലരും വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് എന്നാ പുല്ലാന്ന് പോലും അറിയാൻ മേല. അല്ല, ആരൊക്കെയാ അത് അന്വേഷിച്ച് ഇവിടെ വന്നത്? ആദിത്യനാണോ? അല്ല, അവന്റെ അളിയ SP ഉമാദത്തൻ. അല്ല, എന്നിട്ട് നിങ്ങളെന്ത് പറഞ്ഞു?